ടു ദ വീഡിയോ. ഓക്കെ, അങ്ങനെ ഫൈനലി കേസ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ ഗെയിമായിട്ടാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ കാർസ് ബൈക്സ് ഡ്രൈവിങ്. ഓക്കെ, ഒരു കിടിലൻ ഗെയിം വെച്ചാൽ കിടിലൻ ഗെയിമാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം പോലത്തെ ഒരു കിടിലൻ കോപ്പി ഗെയിമാണ്. നല്ല ഗെയിമാണ്, ഇഷ്ടം പോലെ ഫ്യൂച്ചേഴ്സ് ഉള്ളൊരു ഗെയിമാണ്. പക്ഷേ നമ്മുടെ ആ ഗെയിമിൻ്റെ അത്ര ഗ്രാഫിക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പുതിയ അപ്ഡേറ്റിൽ എന്തൊക്കെയോ കുറച്ച് മാറ്റങ്ങൾ കണക്കെ വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു ഗെയിമാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ഈ ഒരു ഗെയിം എന്ന് വെച്ചാൽ കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലുള്ള നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അതേ സെയിം ക്യാരക്ടറൊക്കെ വെച്ച് ബിൽഡ് ചെയ്ത ഗെയിമാണ് ഇതെന്ന് വെച്ചാൽ കേട്ടോ. ഒരു കോപ്പി ഗെയിമാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കളിച്ചോ ഗൈസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ. നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് കുറിച്ച് ചീറ്റ് കോഡ്സൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളെന്തായാലും ഈ ഗെയിമിൽ വെച്ച് നമ്മൾ ഇനി കുറേ സ്റ്റോറി വീഡിയോസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഗെയിമിൽ കുറേ അടിപൊളി കിഡിലെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ മോർ ഗെയിംസ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കണ്ടു ഇവിടെ ഇഷ്ടംപോലെ മിഷൻസ് നമുക്ക് എന്തായാലും കാണാനായിട്ട് എന്തായാലും പറ്റുന്നതാണ് കേട്ടോ. ഗെയിമിൻ്റെ കുറച്ച് മോഡ്സ് അങ്ങനെ എന്താണ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ പിസ്സ ഡെലിവറി, LPG ഗ്യാസ് ഡെലിവറി, പാഴ്സൽ ഡെലിവറി, മിൽക്ക് ഡെലിവറി, സ്റ്റണ്ട് റേസ്, CCTV, ഡിസ്ട്രോയ്സ്, സ്ട്രീറ്റ് കാർ റേസ്, റേസ് ട്രാക്ക്, കാർ റേസ്, അങ്ങനെ കുറേ ഗെയിമുകൾ, അതേപോലെ തന്നെ കുറേ മിഷൻസ് പോലത്തെ കുറേ സംഭവങ്ങൾ കണക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഗെയിമിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് എന്തായാലും ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കണേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചീറ്റ് കോഡ്സൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അത് മാത്രമല്ലാതെ തന്നെ നമ്മളെന്തായാലും ഇതിൻ്റെ സ്റ്റോറി വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഗെയിം കളിച്ച് നോക്കാം കേട്ടോ. എൻ്റെ മോനെ ഇതാണ് കേട്ടോ നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ. എൻ്റെ മോനെ നല്ല ഗ്രാഫിക്സ് ആണ് കേട്ടോ. ഞാൻ ഏറ്റവും ഹൈയിലാണ് ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ഗെയിമിൽ നമുക്കില്ല TV കണക്ക് എന്തായാലും ഓണാക്കാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, പുതിയ അപ്ഡേറ്റിൽ വേറെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു കേട്ടോ. നേരത്തെ നമ്മൾ ആ TV കണക്ക് ഓണാക്കുമ്പോൾ വേറെ എന്തോ കാർട്ടൂൺ പോലെ വരുമായിരുന്നു. ഇപ്പോൾ വേറെ പുതിയ അപ്ഡേറ്റിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കണം. എൻ്റെ അമ്മച്ചി നടുവടിങ്ങി വീണ്. ഓക്കെ, എൻ്റെ മോൻ നമുക്കതിൽ പേഴ്സണൽ വർക്കുകളായിട്ടുണ്ട്. ഒരു G-Wagon പിന്നെ ഒരു ബൈക്കും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ RC അല്ല, നോക്കട്ടെ. ഓക്കെ, RC ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് RC ആണ് കേട്ടോ. ഓക്കെ, എൻ്റെ മോനെ വേറെ ലെവലാണ് കേട്ടോ. ഓക്കെ, ഇത് RC ആണ്. ഓക്കെ, RCയും പിന്നെ നമുക്ക് G-Wagon പേഴ്സണൽ വർക്കുകളായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും കൊള്ളാം കേസ്. ഓക്കെ, എനിക്കറിയാനുള്ള കുറച്ച് ചീറ്റ് കോഡ്സ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതിൽ പിന്നെ അല്ല കുറേ ഓപ്ഷൻസ് എന്തായാലും ഉണ്ട് കേട്ടോ. ക്യാമറയൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ ക്യാമറ കൊള്ളാം കേസ്. ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ട് തംബ്നെയിലൊക്കെ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ഫോണിൽ സേവ് ആയി വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, അല്ലാതെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മറ്റേ AI റിമൂവറൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ തംബ്നെയിലൊക്കെ കിടിലനായിട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും കേസ്. ഓക്കെ, അത് നമുക്ക് നോക്കി നോക്കാം കേസ്. ഓക്കെ, ഈ ഗെയിമിൽ പിന്നെ വേറെയും കുറേ സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടാ. നമുക്കിനിയിപ്പോൾ അല്ലേ ഏതെങ്കിലും ഒരു കാറ് നമുക്ക് വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എന്തായാലും സിറ്റി ഒന്ന് മൊത്തം ചുറ്റി കറങ്ങാം കേട്ടാ. നമുക്കിപ്പോൾ ഏത് ഗെയിം, എൻ്റെ മോൻ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലാണെങ്കിൽ കോണ്ടാക്ട്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ഗെയിമിലാണെങ്കിൽ കണ്ട മൈക്കിൾ, ട്രെവർ ഇങ്ങനെയൊക്കെ കുറേ കോണ്ടാക്ട് ലിസ്റ്റിൽ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ അതിൽ 2017 എന്താണ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ 2017 അടിച്ചൊരു കാറിനെ കണക്ക് എന്തായാലും വിളിക്കുന്നുണ്ട് കേട്ടോ. 2017 അടിച്ച അവിടെ ഇന്നോവ ക്രിസ്റ്റ കണക്കെ നമുക്ക് എന്തായാലും കിട്ടുന്നതാണ് കേട്ടോ. ഈ ഗെയിമിലില്ല, പിന്നെ ഇന്നോവ ക്രിസ്റ്റ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോൻ ഈ ഗെയിമിൽ ഇഷ്ടം പോലെ ഇതുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ കാർസ് ഇഷ്ടം പോലെ എന്തായാലും ഈ ഒരു ഗെയിമിൽ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നൈസ് ഗെയിമാണ്. ഓക്കെ, പോളിസാനാണ്. ഓക്കെ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മറ്റേ ഗെയിമാണ് നൈസ് എന്ന് വെച്ചാൽ കേട്ടോ. ഇതും കൊള്ളാം കേസ്, കിടിലൻ ഗെയിമാണ്. ഓക്കെ, കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഗെയിമിലൊക്കെ. എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എനിക്ക് എന്തായാലും അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേസ്. ഓക്കെ, ബാക്കിയൊക്കെ വേറെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ ഗെയിമിലുണ്ട് നമുക്ക് വണ്ടിയുടെ സ്പീഡോമീറ്റർ ഉണ്ട്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള എടുക്കാം കേസ്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു സംഭവമാണ് കേട്ടോ. എൻ്റെ മോനെ പൊളി സാധനമല്ലേ കേട്ടോ. പിന്നെ ഇതും ഇഷ്ടമുണ്ട് കേട്ടോ, ഓരോ കട്ട പോലെ കയറണത്. ഓക്കെ, പിന്നെ ആദ്യത്തത് നൈസ് സാധനമാണ്, ഒന്നും പറയല്ലേ. ഓക്കെ, നമ്മുടെ ഒറിജിനൽ കാറിലുള്ള പോലത്തെ സ്പീഡോമീറ്ററാണ്. ഓക്കെ, നോർമലായിട്ടുള്ളതാണ്. ഓക്കെ, ഡിജിറ്റലൊന്നും അല്ല. ഓക്കെ, അത് കൊള്ളാം കേസ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഡിജിറ്റൽ എന്ന് വെച്ചാൽ കേട്ടോ. ഇങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും കാർ ഡാമേജ് ആവട്ടെ. ഈ ഗെയിം നമ്മൾ ഇടിക്കുന്നതനുസരിച്ച് കാർ ഡാമേജ് ആവട്ടെ. ഇപ്പം തന്നെ ഈ ഒരു ഇന്നോവയുടെ ഒരു ഡോർ അങ്ങോട്ടോ പറഞ്ഞു കേട്ടോ. ഈ വണ്ടിയിലുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇടാൻ പറ്റും കേട്ടോ. നമ്മുടെ മറ്റേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൽ ഇൻഡിക്കേറ്ററൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ വരും കേസൊക്കെ. ഉടനെ തന്നെ നമ്മുടെ പുതിയ അപ്ഡേറ്റുകളിൽ നമ്മുടെ ഗെയിമിന് മാറ്റങ്ങൾ വരും കേസൊക്കെ. നമ്മുടെ മെയിൻ ഗെയിം ഓക്കെ ഒരു പൊളി ഗെയിമായി മാറും കേട്ടോ. ഓക്കെ, ഇതിൽ പിന്നെ ഉണ്ടാകും നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഹെഡ്ലൈറ്റ് ഉണ്ട് ഓണാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഹോണൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, കൊള്ളാം കേസ്. ഓക്കെ, ഗെയിമിൽ ഷോറൂമൊക്കെ ഉണ്ടല്ലേ. ഷോറൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം കേസ്. ഓക്കെ,
ഷോറൂമുണ്ട്, ഹോസ്പിറ്റലുണ്ട്. എൻ്റെ മോൻ ഇന്നോവ തവിട് പൊടിയാ കേസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാർ എടുക്കുക. നമുക്ക് GTR എടുക്കാം കേസ്. ഓക്കെ, GTRൻ്റെ ചീറ്റ് കോഡ് എനിക്കറിയാം കേസ്. ഓക്കെ, 2022. ഓക്കെ, 2022 അടിച്ചാൽ GTR. യെസ്, എൻ്റെ ഫേവറേറ്റ് കാർ കേട്ടാ. ഇതെന്ന് വെച്ചല്ലേ കുറച്ചുകൂടെ സ്പോർട്സ് എഡിഷൻ GTR ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഗെയിമിലുള്ള GTR നോർമലായിട്ടുള്ള GTR ആണ്, പക്ഷെ എനിക്കതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ കേട്ടാ. അതിൻ്റെ ഫ്രണ്ട് കാണാൻ ഒടുക്കത്തിൽ ലുക്കാണ് കേട്ടോ. ഇത് പഴയ മോഡൽ GTR ആണ് കേട്ടോ. ഓക്കെ, ഇതും കൊള്ളാം ഗൈസ്. ഓക്കെ, ഷോറൂം കാലിയായിട്ട് കിടക്കുകയാണ് ഗൈസ്. ഓക്കെ, ഷോറൂമിലൊറ്റ വണ്ടികളില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതും കൊണ്ട് നേരെ പോവാം ഗൈസ്. ഓക്കെ, എൻ്റെ മോൻ ഇതെന്താണ് ഈ വണ്ടിയിൽ നിന്ന് ഒരു വെളിച്ചം പോകാൻ വേണ്ടിയിട്ട് ഹെഡ്ലൈറ്റ് ഓണായി കിടക്കുകയാണല്ലേ. ഓക്കെ, അതാണ് ആ വണ്ടിയിൽ നിന്ന് ഭയങ്കര വെളിച്ചം ഗൈസ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഗെയിമിലുള്ളത്. പിന്നെ ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതെല്ലാം കാണിച്ചു തരാം ഗൈസ്. ഈ ഗെയിമിലുണ്ട് മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും കൊള്ളാം കേട്ടോ. നമ്മുടെ മറ്റേ ഇന്ത്യൻ തെഫ്റ്റ് ആട്ടയിലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ബൈ ട്രെയിൻ 3D ഗെയിമിൽ മാപ്പ് വരുമെന്ന് കുറേ റൂമേഴ്സിൽ എന്തായാലും ഉണ്ട് കേട്ടോ. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, ഹോസ്പിറ്റലിൽ കയറാൻ പറ്റുമോ? ഓക്കെ, അറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ. ഓക്കെ, എന്തായാലും ഈ ഗെയിം നല്ലൊരു ഗെയിമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം ഇത്ര ഉള്ളതായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, പുതിയ നമ്മുടെ ഈ ഒരു ഗെയിം ഒന്ന് കളിച്ചു നോക്കണമെന്ന് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നതാണ്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഗെയിം. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, കിഡു ഗെയിം വെച്ചാൽ കിഡു ഗെയിമാണ്. ഓക്കെ, പോളിസ് സാധനമാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വീഡിയോസ് നമുക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.